നമസ്കാരം. ഞാൻ നന്ദലക്ഷ്മി ഡിവൈൻ ഡിവറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവിയേ നമഃ. സർവരുഹ അരോഹവരാഹ സർവകഷ്ട വിദ്വേഷണം. ഇന്ന് ബുധനാഴ്ച, ജൂലൈ മാസം 15-ാം തീയതി. ആഷാഢ നവരാത്രി തുടങ്ങി 9 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പண்டிക വന്നിട്ട് 23-ാം തീയതി വ്യാഴാഴ്ച വരെയാണ് ഇരിക്കുന്നത്. കൂടെ തന്നെ വരാഹിയമ്മന്റെ ആഷാഢ പഞ്ചമി വരുന്നത് 18-ാം തീയതി ശനിയാഴ്ചയാണ്. പൂജ, വഴിപാട്, യാഗം എന്നിവയ്ക്ക് പേരുകൾ കൊടുക്കേണ്ടവര്, മാത്രമല്ല ആഷാഢ നവരാത്രി പ്രത്യേക പൂജയ്ക്ക് പേരുകൾ കൊടുക്കേണ്ടവരും സ്ക്രീനിൽ ഞാൻ വാട്സപ്പ് നമ്പർ കാണിക്കുന്നുണ്ട്, അതിലേക്ക് മെസ്സേജ് ചെയ്തോളുക. അപ്പോൾ എല്ലാ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് റിപ്ലൈ ആയി വരുന്നതാണ്. ആദ്യം എല്ലാം അറിഞ്ഞോളുക, മനസ്സിലാക്കിക്കൊള്ളുക. വീണ്ടും പക്ഷത്തിൽ നിങ്ങൾക്കും ചേരാവുന്നതാണ്. ഇന്നത്തെ ഈ പതിവ് വന്നിട്ട് നിങ്ങൾ മിസ് ചെയ്യാതെ കണ്ടോളുക. കാരണം ഈ 9 ദിവസത്തെ വ്രതം എടുക്കുന്നവർക്ക് കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. എല്ലാ തകവലും ഇതിൽ ഞാൻ പറയുന്നുണ്ട്. ഈ 9 ദിവസവും വന്നിട്ട് നിങ്ങൾക്ക് രാവിലെയും വീട്ടിൽ വിളക്കേറ്റാവുന്നതാണ്. അതുമാതിരി തന്നെ വൈകുന്നേരം 6 മണിക്ക് മേലെയും വിളക്കേറ്റി അമ്മനെ പൂജ ചെയ്ത് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനി വ്രതം എടുക്കുന്നവര്, അതായത് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലാതെയാണ് വ്രതം എടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ വന്നിട്ട് രാവിലെ ഭക്ഷണത്തിൽ 1 ഗ്ലാസ് പാലോ അല്ലെങ്കിൽ ടീ കോഫി വേണമെന്നുള്ളവർക്ക് അത് കുടിക്കാവുന്നതാണ്. ദെൻ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ആവിയിൽ പുഴുങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ലൈക്ക് ഇഡ്ഡലി, സുണ്ടല്, കൊഴുക്കട്ട അങ്ങനെയുള്ളത് കഴിച്ചോളുക. ദെൻ ലഞ്ചിനായിട്ട് വന്നിട്ട് സാദം എന്തെങ്കിലും എടുത്തോളൂ. ദെൻ രാത്രി വന്നിട്ട് അമ്മനക്ക് നൈവേദ്യം വയ്ക്കുമില്ലേ, അതിനായിട്ട് നമ്മൾ ഓരോ ദിവസവും ഓരോ സാദമായിരിക്കും ഉണ്ടാക്കി വെക്കുന്നത്. ഇപ്പോൾ പുളിസാദം, തൈര് സാദം, അങ്ങനെ നോക്കുമ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഓരോ ദിവസം ഉണ്ടാക്കാൻ പറ്റുന്നത് അതിൽ നിന്ന് കുറച്ച് കഴിച്ചോളുക. പിന്നെ വേറൊന്ന്, ചില പേര് ഒരു നേരം നെല്ലരി ആഹാരം കഴിക്കും, ബാക്കി ടൈമിൽ ഫ്രൂട്ട്സോ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കുന്നവരുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്തോളുക. നോൺ വെജ് കഴിക്കണ്ട. പിന്നെ വേറൊന്ന്, നോൺ വെജ് കഴിക്കണ്ട എന്ന് പറയുമ്പോൾ ചില പേര് മുട്ട കഴിക്കാമോ എന്ന് ചോദിക്കും. നിങ്ങളോട് ഒന്നും നിർബന്ധമായിട്ട് നോൺ വെജ് കഴിക്കാൻ പാടില്ല അങ്ങനെയൊന്നും ഇല്ല, ഓരോരുത്തരുടെ വിരുപ്പമാണ്. ശരിയാ, അതനുസരിച്ച് കണ്ട് ചെയ്തോളൂ. ദെൻ വേറൊന്ന്, കശപ്പുള്ള ഒരു സാധനവും വെക്കാതിരിക്കുക. അതിൽ വന്നിട്ട് പാവയ്ക്ക, ഈ 9 ദിവസവും നിങ്ങൾ പാവയ്ക്ക ഒഴിവാക്കുക. അതുപോലെ തന്നെ കീര, ചുരയ്ക്ക ഇവയും ഒഴിവാക്കിക്കൊള്ളുക. ഇനി വന്നോളൂ, നമുക്ക് അമ്മയുടെ ഓരോ ദിവസത്തെ രൂപങ്ങളും മനസ്സിലാക്കാം. ആഷാഢ നവരാത്രി എന്നാൽ 9 ദിവസം. ഓരോ ദിവസവും അമ്മ ഓരോ കോലത്തിൽ ഓരോ രൂപത്തിലാണ് ഇരിക്കുന്നത്. അതിലും ഇന്ന് അമ്മ വന്നിട്ട് സ്വപ്നവാരാഹി രൂപത്തിലാണ് അമർന്നിരിക്കുന്നത്. സ്വപ്നവാരാഹി വഴിപാട് ചെയ്താൽ എന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ നമ്മുടെ സ്വപ്നങ്ങൾ ബലിക്കും, ഡ്രീംസ് അത് യാഥാർത്ഥ്യമാകും. ദാറ്റ് മീൻസ് നമ്മൾ ജീവിതത്തിൽ ഒരു സ്വപ്നം കണ്ടിരിക്കുമല്ലോ, നമ്മുടെ ഒരു കനവ്, ഇങ്ങനെ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ നടക്കണം, ഇങ്ങനെ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ നടന്നാൽ ഞാൻ നല്ലതായിരിക്കും, എനിക്കൊന്നൊരു കുടുംബം, എനിക്കൊന്നൊരു വീട്, എനിക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ജോലി, എക്സെട്ര. ആർക്കും മനസ്സിലാക്കാത്ത, നിങ്ങൾക്കെന്ന് നിങ്ങളുടെ മനസ്സിനകത്ത് മാത്രമുള്ള ഒരു സ്വപ്നം ഇരിക്കുമില്ലേ, നിങ്ങളുടെ ജീവിതത്തിലിരിക്കുന്ന ആ ഒരു സ്വപ്നത്തിന് വരാഹിയമ്മ നിങ്ങളെ പ്രാപ്തയാക്കും. എല്ലാ ധൈര്യവും കൊടുക്കൂടിയവൾ ഈ സ്വപ്നവാരാഹി, അകവലിമൈ തരണവൾ ഈ സ്വപ്നവാരാഹി. വാരാഹിയെ നിങ്ങൾ പ്രാർത്ഥന ചെയ്ത് പൂജ ചെയ്ത് അമ്മനെ വിളിക്കുമ്പോൾ അംബിക നിങ്ങൾക്ക് എന്താ കൊടുക്കുന്നത്? നിങ്ങളെ നീണ്ട നാളത്തെ സ്വപ്നം അത് സാക്ഷാത്കരിച്ചു തരും. ഇനി ഓരോരുത്തരുടെയും മനസ്സിലുണ്ട്, എൻ്റെ കയ്യിൽ അമ്മയുടെ ഫോട്ടോയോ വിഗ്രഹമോ ഒന്നും ഇല്ല. ഒന്നും വേണ്ട. ഫോട്ടോ ഇല്ലാത്തവരോ ശിലയില്ലാത്തവരോ നിങ്ങൾ വന്നിട്ട് അമ്മനെ ഒന്ന് സങ്കല്പിച്ച് ഒരു ഇടിഞ്ഞിൽ വച്ചാൽ പോതും, മൺവിളക്ക്, അതിൽ വന്നിട്ട് ഇലിപ്പെണ്ണ ഒഴിച്ചോളുക. ശരിയാ? എന്നിട്ട് ഒരു തിരിയിട്ടോളുക. അത് ചുവന്ന നൂലിലെ തിരിയാണെങ്കിലും കുഴപ്പമില്ല, വെള്ള തിരിയാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ പഞ്ഞി തിരിയിട്ടോളണേ. അമ്മയ്ക്കെന്ന് ഒരു തിരിയിട്ട് ഓം സ്വപ്നവാരാഹിയേ എന്ന് 108 തവണ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. ആവശ്യം വേണ്ടുതൽ വെച്ചോളുക അമ്മനുക്ക്. ഈ സ്വപ്നവാരാഹി അമ്മനുക്ക് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? റോസാപ്പൂക്കൾ കൊണ്ടാണ് ഇന്ന് അലങ്കാരം ചെയ്യേണ്ടത്. ശരിയാ?
റോസാപ്പൂ വെച്ച് അമ്മയെ പൂജിക്കുമ്പോൾ നിങ്ങളുടെ കനവുകൾ വന്നിട്ട് അമ്മ അത് പ്രാപ്തിയിലെത്തിക്കും. നിങ്ങളുടെ ജീവിതം അത് മുകളിലേക്ക് എത്തിക്കാനായിട്ട് ഈ ദിവസം തന്നെ അമ്മ നിങ്ങളെ സഹായിച്ചു തുടങ്ങും. ശരിയാ? അമ്മനക്ക് ഇന്ന് നിങ്ങൾ പാല് വെച്ച് നൈവേദ്യം ചെയ്യണം, അമ്മയ്ക്ക് കുടിക്കാനായിട്ട്. ദെൻ അമ്മയ്ക്ക് കഴിക്കാനായിട്ട് തൈര് സാദം വെച്ചോളുക. തീർച്ചയായിട്ടും ചെയ്തോളുക. ഇതിൽ സാദം വയ്ക്കാൻ അറിയാത്തവർ ഒന്ന് കമൻറ്റ് ചെയ്തോളണേ, എങ്കിലും ഞാൻ അതിന് പ്രത്യേകിച്ച് വീഡിയോ തരാം. അതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കുറച്ച് വൈറ്റ് റൈസ് എടുത്തിട്ട് വടിച്ചെടുക്കുകയോ ഇല്ലെങ്കിൽ കുക്കറിലിട്ട് വേവിച്ചെടുക്കുകയോ ചെയ്തതിന് ശേഷം നല്ല കട്ട തൈര് മിക്സ് ചെയ്ത് കുറച്ച് പാലും ഒഴിച്ചോളുക. ദെൻ താളിക്കാനായിട്ട് ഉഴുന്നംപരിപ്പ്, കടലപ്പരിപ്പ്, കടുക് കൂടെ കുറച്ച് കറിവേപ്പിലയും വെച്ച് താളിച്ചെടുത്ത് ഇതിലോട്ട് മിക്സ് ചെയ്തോളുക. വേറൊന്നും മറന്നു പോകരുത്, മാതള അല്ലികൾ ഇറുത്തിട്ടോളുക. അമ്മനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്, അത് മറക്കാതിരിക്കുക. അത്രേ ഉള്ളൂ. വഴിപാട് ചെയ്യുന്ന സമയത്തിന് നീല കളറിലെ വസ്ത്രമുണ്ടെങ്കിൽ അത് ധരിച്ചോളുക. അമ്മനോടെ നിങ്ങൾക്കറിയുന്ന ഏത് മന്ത്രവും ചൊല്ലാവുന്നതാണ്. ഓം വജ്രഘോഷവാരാഹിയേ നമഃ. ഓം വജ്രഘോഷവാരാഹിയേ നമഃ. ഓം വജ്രഘോഷവാരാഹിയേ നമഃ. ഓം പുയൽ നങ്കയേ നമഃ. ഓം പുയൽ നങ്കയേ നമഃ. ഓം പുയൽ നങ്കയേ നമഃ. ഓം സ്വപ്നവാരാഹിയേ നമഃ. ഓം സ്വപ്നവാരാഹിയേ നമഃ. ഓം സ്വപ്നവാരാഹിയേ നമഃ. 101 തവണ ജപിച്ചോളുക. നിങ്ങൾക്ക് എന്താ അമ്മനോട് ആവശ്യപ്പെടാനെന്നുള്ളത് ആവശ്യപ്പെട്ടോളുക. ഇത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ദെൻ ഇന്നത്തെ അമ്മനോടെ അലങ്കാരവും അമ്മനോടെ സാന്നിധ്യവും രാത്രി ഷോർട്സിലൂടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതാണ്. ഇനി വേറൊന്ന്, ഡെയിലിയും തല കുളിച്ച് വ്രതശുദ്ധിയോടുകൂടി വേണം നിങ്ങൾ പൂജയ്ക്ക് ഇരിക്കാനായിട്ട്. ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ, ഡെയിലി തല കുളിക്കാൻ പറ്റാത്തവരാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്തിട്ട് അത് തലയിൽ കുടഞ്ഞോളുക. മേല് കുളിക്കുന്ന വെള്ളത്തിൽ ഇത് ചേർത്തോളുക. ശരിയാ? ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചോളുക. ഇന്നത്തെ ഈ പതിവ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. പതിവ് പിടിച്ചിരുന്നാൽ ഒരു ലൈക്ക് തരണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഇങ്ങനെ ഉള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ഹൈപ്പ് ബട്ടൺ ഉണ്ട്, അതുകൂടെ ഒന്ന് അമർത്തിയേക്കണേ. അമ്മനിക്ക് റോസാപ്പൂ വെച്ച് അലങ്കാരം ചെയ്യാൻ പറഞ്ഞല്ലോ. ഏത് കളറെന്ന് വെച്ചാൽ ചുവപ്പോ വെള്ളയോ പനിനീർ പൂവോ നിങ്ങൾ ഉപയോഗിച്ചോളുക. ഇനി രാത്രി അമ്മനോട് അലങ്കാര സാന്നിധ്യവുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.